കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വിഭാഗീയതയും വർഗീയതയും എല്ലാം പടർത്തുന്നത് ആരാണ്? ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് SDPI തന്നെയാണ്. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമാണ് SDPI. അക്കാര്യത്തിൽ ആർക്കും ഒരു തർക്കമൊന്നും ഉണ്ടാകില്ല. പക്ഷേ SDPI ഇപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ വിഭാഗീയ രാഷ്ട്രീയവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊക്കെ അവർ മുമ്പും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില രക്ഷിതാക്കളെയെല്ലാം കരുവാക്കിയാണ് അവർ ഇത്തരം വിഭാഗീയ അജണ്ടകൾ നടപ്പാക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു വിവാദമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇരവാദത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മൗലിക അവകാശമാണെന്നൊക്കെ പറഞ്ഞ് അവർ സമർത്ഥിക്കാനും വളരെ മിടുക്കന്മാരായുള്ള ഒരു വിഭാഗം തന്നെയാണ്. ഇപ്പോൾ SDPI ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു ഹിജാബ് വിഷയം, പള്ളുരുത്തി സെൻറ് റീതാസ് പബ്ലിക് സ്കൂളിലെ ആ ഒരു ഹിജാബ് വിഷയത്തിൽ ഇത് ആളിക്കത്തിച്ചത്, ഈ ഒരു വിവാദം ആളിക്കത്തിച്ചത് SDPI ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം അവരുടെ പ്രവർത്തകരാണ് ആ ഒരു സ്കൂൾ മാനേജ്മെൻറ്റിനെ കൃത്യമായിട്ട് തന്നെ പ്രഷറൈസ് ചെയ്ത് 2 ദിവസം സ്കൂൾ അടച്ചിടേണ്ട അവസ്ഥ വരെ ഉണ്ടായി.